ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്താണ്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ഓർക്കുന്നുണ്ടോ, അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലെ അത്രയും സ്ട്രോങ് ആയിട്ടൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കാണില്ല. കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി ഒരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് കടബാധ്യതകൾ കാണാം. അതും അല്ലെങ്കിൽ കരിയർ ഒന്ന് സെറ്റ് ആവാണ്ട്, അല്ലെങ്കിൽ കരിയറിൽ ഇഷ്യൂസ് ആയിരിക്കാം. എന്ത് തന്നെ ആണെങ്കിലും ഫിനാൻഷ്യലി ഈ ഒരു വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പക്ഷേ നിങ്ങളെ ഒരുപാട് ചേർത്ത് പിടിക്കണമെന്നും ഈ വുമൺ ഹോൾഡിങ് എ കോയിൻ കാർഡിലൂടെയൊക്കെ നോക്കുകയാണെങ്കിലും ഒരു എന്താണ് നിങ്ങളുടെ ഓർമ്മകളെ ഒരുപാട് ചേർത്ത് പിടിക്കണമെന്നും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും ഒക്കെ കരുതുന്നുണ്ടെങ്കിലും ഒന്നും പോസിബിൾ ആവാണ്ട് വരുന്നുണ്ട്. കാരണം ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് കാണുന്നത്. അതുപോലെ തന്നെ ഗോഡസ് ഓഫ് ദ മൂണിൻ്റെ ഒരു കാർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് മാറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം കമ്മിറ്റ്മെൻറ്റ് ചിലപ്പോൾ തുടക്കത്തിലൊക്കെ തന്നിരുന്ന ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലും കുറവായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലെ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ കുറച്ച് പേരെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ചിലരൊക്കെ അത് ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കാം, ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കും തുടക്കത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷേ ഇപ്പം എന്താണ് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കരുതുന്നുണ്ടാവാം. പക്ഷേ ഇവിടെ റീഡിങ് വെച്ച് നോക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് ഈ ഒരു വ്യക്തി നേരിടുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഉത്കണ്ഠയാണ്, അല്ലെങ്കിൽ ലൈഫിനോട് പോലും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴൊക്കെ തന്നെ ഭയങ്കരമായിട്ടൊരു ഒരു അമിതമായിട്ടുള്ളൊരു ചിന്ത വരുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്, ഒരു ആൻസൈറ്റി പോലെയൊക്കെ. കാരണം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഇവർ ഓർക്കുന്നത് ഇനി എങ്ങനെ ഏത് രീതിയിലൂടെ ഇനി ബെറ്റർ ആവും ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് പോലും തരാൻ സാധിക്കുന്നില്ല, അത് എങ്ങനെ എങ്ങനെ പോസിബിൾ ആവും എന്ന് ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു രീതിയിലും ഒരു വഴിയും തെളിഞ്ഞു വരുന്നുണ്ടാവില്ല അവരുടെ മനസ്സിൽ. സോ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു വ്യക്തിയെ തുടക്കത്തിലൊക്കെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കൂടുതലായിട്ടും അവരുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഫോളോ ചെയ്യുന്നതും, അല്ലെങ്കിൽ അവരിടുന്ന സ്റ്റോറീസ് ആയിക്കോട്ടെ, അവരുടെ അപ്ഡേറ്റ്സ് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ തന്നെ നിങ്ങൾ ഒരുപാട് ആ ഒരു ടൈമിൽ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരു സെൽഫ് ഫോക്കസ്ഡ് ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ മാത്രമല്ല, നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ ഈ ഈ ഒരു ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാത്തതിൻ്റെ പേരിലൊക്കെ തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ വന്നായിരിക്കണം ഇപ്പോൾ ഒരു സെപ്പറേഷൻ പോലെ വന്നിട്ടുള്ളത്. പക്ഷെ റീസൺ നോക്കുമ്പോൾ ഇവരുടെ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ കാരണം അവർ അങ്ങനെ പോയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റീസൺ അറിയില്ലല്ലോ, അപ്പോൾ അവർ നിങ്ങൾ ഓർക്കുന്നത് അവർ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ പിണങ്ങി മാറിയിട്ടുണ്ടാവാം. സോ അതിൻ്റെ പേരിൽ അവർക്കൊരു വിഷമമുണ്ട്, നിങ്ങളിനി റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി പോയോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, സ്റ്റോറീസ് ഒന്നും തന്നെ കാണാത്ത രീതിയിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ അറിയാത്ത രീതിയിൽ അങ്ങനെ ആക്കിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളൊന്ന് മാറി നിൽക്കുന്ന പോലെ. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ അപ്ഡേറ്റ്സ് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഇവർക്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ പല രീതിയിലും നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അങ്ങനെയൊക്കെ തന്നെ അവർ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവർ വിചാരിക്കുകയാണ് അവരില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ഇത്ര ഹാപ്പി ആവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവർ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് നിങ്ങൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളോ എന്നൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ്. അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ നിങ്ങൾ പോലും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കണം, അവർ ഭയങ്കര ഒരു ടയർഡപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്, ഒരു ഭയങ്കര വിഷമത്തിലാണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് പോലും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ പോലും അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ടാവാം, നിങ്ങളുടെ വോയിസ് എടുത്ത് കേൾക്കുന്നുണ്ടാവാം. സോ നിങ്ങളുടെ ഓർമ്മകൾ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്, ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ചിലപ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം. സോ അതൊക്കെ തന്നെ ആ ഒരു വ്യക്തി ഇനിയും റീക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ ജേർണി എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മേ ബി ഈ ഒരു സമയത്ത് അവരുടെ തോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെയാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ജേർണി അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാനായിട്ടൊരു തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ടായിരിക്കണം. കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളായിട്ട് തന്നെ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് ഒരുപാട് നാളുകളായിട്ടുള്ളതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ തിങ്കിങ് മാൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് പോലും അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ്സ് ആയിക്കോട്ടെ ഏതൊരു സമയത്തായിക്കോട്ടെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ ഓർമ്മകളാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡിൻ്റെ എനർജിയിലൂടെ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അവർ ചിലപ്പോൾ നിങ്ങളുടെ പിക്ചേഴ്സ് എടുത്ത് നോക്കുന്നുണ്ടാവും. ഒരുപാട് ഓർമ്മകൾ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില മൂവീസ് എടുത്ത് കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വോയിസ് കേൾക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ചില ഗിഫ്റ്റുകൾ അത് ചെറിയൊരു ഗിഫ്റ്റ് ആണെങ്കിൽ കൂടിയും അവർ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഒരുപാട് വാല്യുബിളായിട്ടൊന്നും അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നിരിക്കില്ല. ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ ബർത്ത്ഡേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റുകളോ മറ്റോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്ത് അത്ര വാല്യുബിൾ ആയിട്ടൊന്നും അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റിലേഷൻഷിപ്പിലാണ്, സോ അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് തന്നു എന്നുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് അവർ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ചെറിയ ഗിഫ്റ്റുകളായിക്കോട്ടെ ഒക്കെ തന്നെ എടുത്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. തിങ്കിങ് മാൻ എന്നുള്ളൊരു കാർഡിൻ്റെ എനർജിയാണ് പറഞ്ഞത്. സോ അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ഒരു സാമീപ്യം തന്നെയാണ്. സോ നിങ്ങൾ അത്രത്തോളം കെയർ കൊടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഭയങ്കര ഒരു കെയറിങ് അല്ലെങ്കിൽ നിങ്ങൾ ഹീലർ ആയിരുന്നിരിക്കാം. പല കാര്യങ്ങളും അവർക്ക് വിഷമം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങളായിട്ട് തന്നെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പകുതി സമാധാനം കിട്ടിയതുപോലെ സൊല്യൂഷൻ എന്തോ ആവട്ടെ, പക്ഷെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സൊന്ന് ശാന്തമായതുപോലെ എന്ന് ചിലപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പലവട്ടം. സോ അങ്ങനെ ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളോട് കൂടെ സംസാരിക്കാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അകലം പാലിച്ചത് എന്നൊക്കെയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് എന്താണ് ഇത്രയധികം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ബിസിനസ്സിനായിട്ട് പോയതാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് മാറി നിന്നതാണ് എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അതൊന്നും അല്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ അവരുടെ പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങളങ്ങനെ പിണങ്ങി മാറിയതായിരിക്കാം. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഒരു സെപ്പറേഷൻ വന്നതാവാം ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും. സോ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. തുടക്കത്തിൽ നിങ്ങൾക്കും അതൊരു ഗിൽറ്റ് ഫീൽ പോലെ ഉണ്ടായിരുന്നു. വേണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് പിണങ്ങേണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെയും ഇനിഷ്യേറ്റ് ചെയ്ത് ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും പിന്നെയും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളങ്ങനെ അവർ എത്ര വിഷമത്തിലിരിക്കുന്നൊരവസ്ഥയിലായിരിക്കണം ഒരു ഗ്യാപ്പ് വന്നത്. സോ ആ ഒരു കാര്യമൊന്നും ആ ഒരു സമയത്ത് മനസ്സിലാക്കാഞ്ഞത് കൊണ്ട് അവരും ചിലപ്പോൾ ആ ഒരു സമയത്ത് വാശി ഇരുന്നിരിക്കണം. പക്ഷെ രണ്ടു പേർക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് വേണ്ടിയിരുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ മിണ്ടിക്കൊണ്ട് ചെന്നപ്പോൾ ആദ്യമേ മിണ്ടേണ്ടതായിരുന്നു എന്നൊക്കെ അവർക്കും ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവർ സ്പിരിച്വലി കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ വേയിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ഒരു ടെമ്പിൾ പാത്തൊക്കെ മീൻസ് ഒരുപാട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ മാറാനായിട്ടും. ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ ഇപ്പോൾ അവർ ലൈഫിൽ മാറി നിന്ന് അവരുടെ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ തന്നെയാണെന്നാണ് ഇവിടെ ഒരു എനർജി കിട്ടുന്നത്. സോ ആ ഒരു രീതിയിലാണെങ്കിൽ കൂടിയും അവർ മനസ്സിലാക്കിയ ഒരു കാര്യം ഫിനാൻഷ്യലി ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുണ്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തെങ്കിലും അവർക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അവർ കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടൊരു ഫീലാണ്. അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ക്ലിയർ ആക്കണം, ഓക്കെ ആക്കണം. അതിനിടയ്ക്ക് അവർ ഒരു രീതിയിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ ഒന്ന് മനസ്സിലാക്കാനോ അവരുടെ വിഷമങ്ങളൊന്നും എന്താണെന്ന് തുറന്നു പറയാനോ ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. ചിലപ്പോൾ അവർ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും തുടക്കത്തിലൊക്കെ തന്നെയും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു പകുതിയൊക്കെ ആയപ്പോഴും പക്ഷെ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത്
നിങ്ങളായിക്കോട്ടെ ഒരുപാട് അഡ്വൈസൊക്കെ കൊടുത്ത് അവരുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇങ്ങനൊരു പിണക്കം വന്ന സ്ഥിതിക്ക് അവർക്കിപ്പോൾ ഒന്നിനും സാധിക്കാത്തൊരവസ്ഥയാണ്. അവരുടെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ടും ഭയങ്കര വിഷമത്തിലാണ്. ഒരു രീതിയിലും അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആലോചിക്കുന്നത് ഏത് രീതിയാണെങ്കിലും ഇപ്പോൾ ഇനി മുന്നോട്ട് എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും ഇനി നോക്കുന്നില്ല. കാരണം അതിൽ എന്ത് തന്നെയാണെങ്കിലും അതിനെയൊക്കെ ഇനി ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. കാരണം എന്ത് തടസ്സമാണ് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ കാണും. ചിലപ്പോൾ ഫാമിലി സപ്പോർട്ടൊന്നും വലിയ കാര്യമായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. അത്തരം ഒരു നേരിട്ട് വന്ന് കാണാനോ അല്ലെങ്കിൽ പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാണും. അപ്പോൾ എന്താണെങ്കിലും ഇനി നേരിട്ട് തന്നെ ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് വരാം. കാരണം ഇനി ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത്രത്തോളം അവർ മെൻ്റലി ഫിസിക്കലി ഒക്കെ ഡൗൺ ആണ്. ഭയങ്കര ടയർഡപ്പ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്.